ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ റൈറ്റ് ടേൺ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കിട്ടിയ പോസിറ്റീവ് റെസ്പോൺസ് ഒരു മോട്ടിവേഷനാക്കി എടുത്തുകൊണ്ട് അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേയുടെ അന്നെടുത്ത വീഡിയോ ആണ്. കുഞ്ഞുങ്ങളുടെ രണ്ടാമത്തെ ബർത്ത്ഡേ ആയിരുന്നു ഫെബ്രുവരി 19. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സുധി വന്നിരുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ അമ്പലങ്ങളിലൊക്കെ ദർശനം കാര്യങ്ങളും ഒക്കെ നടത്താൻ വേണ്ടി പോയി. ചുറ്റുളങ്ങര അമ്പലത്തിലാണ് പോയത്. അപ്പോൾ ചുറ്റുളങ്ങര അമ്പലത്തിൽ പോയി പുറം തൊഴുതില്ല, കാരണം ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ അമ്മ പുറം തൊഴാൻ പോയ സമയത്ത് ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് പാല് കൊടുക്കുകയാണ്. അപ്പോൾ സുധി ജാനുവിനെ ഏറ്റെടുത്തു, പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ വന്ന ശേഷം ജാനുട്ടിക്ക് ഞങ്ങളെ ആരെയും വേണ്ട, ജാനു അച്ഛൻ ആ ഒരു ലോകമാണ്. പിന്നെ ജീവൻ എൻ്റെ മടിയിലിരുന്ന് പാല് കുടിക്കുകയാണ്. സാധാരണ ജീവൻ എൻ്റെ അടുക്ക് അങ്ങനെ വരാറേ ഇല്ല. ജീവൻ അമ്മുമ്മയുടെ അടുത്ത ആളാണ്. അപ്പം അമ്മുമ്മ പുറം തൊഴാൻ പോയതുകൊണ്ട് മാത്രം എൻ്റെ മടിയിൽ കയറിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ മകൻ. നോർമലി ജാനു ആണ് എൻ്റെ അടുക്കിൽ നിന്ന് മാറാത്തത്. ഇപ്പം അച്ഛൻ വന്ന ശേഷം പെൺകുട്ടികൾക്ക് അച്ഛന്മാരോട് ഭയങ്കര ഒരു ഇഷ്ടം കാണുമെന്ന് പറയുന്നത് സത്യമാണെന്ന് എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. എന്നെ വേണ്ട, ഞങ്ങളെ ആരെയും വേണ്ട. അമ്മ പുറമെല്ലാം തൊഴുതിട്ട് വന്നിട്ട് കുറച്ച് മാല കിട്ടിയായിരുന്നു, ദേവിയെ അണിയിച്ച മാലയാണ്. അപ്പോൾ ആ മാലയൊക്കെ പിടിച്ച് അമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. മാല കിട്ടിയതിലുള്ള ഹാപ്പിനെസ് അമ്മയുടെ ഫേസിൽ കാണാം. അമ്മ കണ്ടതേ ജീവൻ എൻ്റെ മടിയിൽ നിന്ന് ഓടാനാണ് ശ്രമിച്ചത്. പിന്നെയും പിടിച്ചു വെച്ചു, പാലൊക്കെ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് വീട്ടിലേക്കാണ്. വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്, എൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് വരെ പോയി. ഞങ്ങൾ പോയത് റിലയൻസിൻ്റെ കായംകുളത്തെ പുതിയ ഔട്ട്ലെറ്റിലാണ്. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് അവിടെ പോയാണ് സാധനമൊക്കെ മേടിക്കുന്നത്. കാരണം നമ്മുടെ ഗൾഫിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ്. ഒന്നാമത്തത്. രണ്ട്, അടിപൊളി ഓഫേഴ്സാണ് കേട്ടോ. ഇഷ്ടം പോലെ ഓഫറുണ്ട്. പോകാത്തവരൊന്നും പോയി നോക്കുന്നത് നല്ലതാണ്. ആ ഡ്രസ്സിനും അതേപോലെ തന്നെ ഗ്രോസറിക്കും എല്ലാത്തിനും നല്ല അടിപൊളി ഓഫറാണ്. ബൈ വൺ ഗെറ്റ് വൺ ഓഫർ, അങ്ങനെ ഒത്തിരി ഓഫറുകൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ പോയി നോക്കുക. അപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ടാണ് സാധനം മേടിക്കുന്നത്. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന തൊട്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അവിടെ അവൈലബിളും ആണ്. അപ്പം ഇവരെ കൊണ്ട് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത ശേഷം തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഞാനും സുധിയും മാത്രം വെളിയിൽ പോയി. കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഫേസിലൊന്നും എനിക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹെയർ ഞാനൊന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ ഹെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു കോലമാണിത്. അതിനുശേഷം സുധിക്ക് ഡെൻ്റൽ ക്ലിനിക്കിൽ പോകണമായിരുന്നു. ക്ലിനിക്കിലൊക്കെ പോയിട്ട് വന്നപ്പം നന്നായിട്ട് ലേറ്റായി. പിന്നെ വീട്ടിൽ വന്നിട്ട് ചട്ടപ്പെട്ടാന്നാണ് ഒരുങ്ങിയാണ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്തെടുത്ത് പോയത്. വലിയ രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ ഒന്നുമില്ല, ചെറിയ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ ഔട്ട്ഫിറ്റ് ആയിരുന്നു ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ വീഡിയോ ഇങ്ങനെ എടുത്ത് നോക്കുമായിരുന്നു. ഇങ്ങനെയുണ്ട്, ഒരുങ്ങിയതൊക്കെ ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഫേസിൽ ഗ്ലോ കിട്ടാനും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതൊക്കെ കൊള്ളാവോ, എൻ്റെ മേക്കപ്പ് കൊള്ളാവോ ഞാൻ തന്നെ നോക്കി വീക്ഷിക്കുകയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഞങ്ങൾ പറഞ്ഞല്ലോ, മോളമ്മ ചേച്ചിയുടെ ഫാമിലിയും പിന്നെ നമ്മളെ ഫാമിലിയും പിന്നെ എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഫാമിലി അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ മഞ്ജു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അവിടെ ഫാമിലി. അവരിച്ചിട്ട് ലേറ്റായിട്ടാണ് വന്നത്. നല്ല വലിയ രീതിയിലൊക്കെ നമ്മൾ നടത്തണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ചെറിയ രീതിയിൽ അതിൻ്റെ മെയിൻ റീസൺ മക്കൾക്ക് രണ്ടുപേർക്കും പനിയായിരുന്നു. മോക്കാണെങ്കിൽ തീരെ വയ്യായിരുന്നു. ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കാണുമ്പം. മോള് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നിന്ന ഭാഗത്ത് വെട്ടക്കുറവുണ്ടായിരുന്നു. ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ഞങ്ങളെല്ലാം എന്താ പറയുക, അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അപ്പോൾ സൺലൈറ്റിൻ്റെ നല്ലൊരു പ്രോബ്ലം വീഡിയോയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഫോട്ടോ നന്നായിട്ട് നമ്മൾ ഏൽപ്പിച്ച ആൾക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ് അതൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരെയും ഇങ്ങനെ വിളിക്കുകയാണ്. ജാനൂട്ടി അനങ്ങുന്നതേ ഇല്ല. സാധാരണ ജാനൂട്ടി ഇങ്ങനെ അല്ല, ജാനൂട്ടിയാണ് ഭയങ്കര ഞൊളപ്പെന്ന് പറയത്തില്ല, ഞൊളപ്പി. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര സൈലൻ്റായിട്ട് നിൽക്കുമായിരുന്നു. നമ്മളെ എടുത്ത് കട്ട് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. ആള് ഭയങ്കര ഒരു വയ്യായിരുന്നു. നല്ല ടെമ്പറേച്ചറൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഉള്ളതുകൊണ്ട് മെഡിസിൻ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത്. സോ മോന് വലിയ കുഴപ്പമില്ലാതെ എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റി. മോക്ക് ഈ ടെമ്പറേച്ചറിൻ്റെ മെഡിസിൻ ഞാൻ എടുക്കാൻ തന്നെ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ലാതെ മൂഡ് ഓഫായിരുന്നു. പിന്നീട് മോളമ്മ ചേച്ചി പോയിട്ട് മെഡിസിൻ മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ മെഡിസിൻ കൊടുത്തു. പിന്നെ കുറച്ച് നേരത്തേക്ക് ഓക്കെ ആയിരുന്നു. എന്നാലും കൂടുതലും ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഭയങ്കര ഡൗൺ ആയിരുന്നു. എന്നത്തെ അപേക്ഷിച്ച് ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു മോള്. പിന്നെ ഈ ഒരു റിസോർട്ടിൽ നമ്മൾ പോയപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം നമ്മൾ അവിടെയാണ് സെലിബ്രേറ്റ് ചെയ്തത്, ഈ പ്രാവശ്യം അവിടെ തന്നെ സെലിബ്രേറ്റ് ചെയ്തത്.
ഇപ്രാവശ്യം ഒരു പാട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല പാട്ടും കുഞ്ഞുങ്ങൾക്ക് പറ്റിയ പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു വൈബായിരുന്നു എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. പിന്നെ ഫുഡും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബിരിയാണി ആയിരുന്നു പറഞ്ഞത്. അപ്പം ബിരിയാണി കഴിക്കാത്തവർക്ക് വെജിറ്റേറിയൻ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും ഞാൻ പക്ഷേ റെക്കോർഡ് ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കും നല്ല ഫീവർ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫീവർ ഞാനിങ്ങനെ മൈൻഡ് ചെയ്യാതെ വിട്ടുകൊണ്ടിരുന്ന ഒരു സമയമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മോള് ഭയങ്കരമായിട്ട് വയലൻ്റ് ആകുന്നുണ്ട്. മോള് ഭയങ്കരമായിട്ട് പനി കൂടി ഭയങ്കര നിർബന്ധവും കരച്ചിലും. ആരുടെയും കൈ പോകുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കൈ മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങാതെ ഇരുന്ന് കരഞ്ഞ് മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി അങ്ങ് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് മോളെ ഇരുത്തി ഉറക്കി. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. പിന്നെ സുതി കൊണ്ടുവന്ന് കുറച്ച് ബിരിയാണി വാരി തന്നായിരുന്നു. അതാണ് ഞാൻ കഴിച്ചത്. 1-2 വായ ഞാൻ കഴിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം മുട്ടലായിട്ട് ഡയറക്റ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ടാണ് പോയത്. ദീപം ഹോസ്പിറ്റൽ. ഞാൻ പറഞ്ഞില്ലേ, എന്തൊരു പരിപാടി അവതരിപ്പിക്കാൻ പോയാലും അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമെന്നുള്ളതാണ്. അപ്പോൾ അന്നത്തെ ദിവസം കുഞ്ഞുങ്ങൾക്ക് വയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ടും പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നെബുലൈസേഷൻ തന്നു. പിന്നെ എനിക്ക് ഒരു ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒക്കെ തന്നു കഴിഞ്ഞപ്പോഴാണ് ശ്വാസം നേരെ വീണതെന്ന് പറയാം. അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള സൈഡ് മാത്രം ചിന്തിക്കാം അല്ലേ? അതല്ലേ ഒന്നും നിർത്താൻ നല്ലത്. പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മക്കൾ 2 പേരുടെയും 2ാമത്തെ ബർത്ത്ഡേ ആണ്. ഒത്തിരി ആഗ്രഹിച്ച് കിട്ടിയ 2 മക്കളാണ്. അപ്പം അതിൻ്റെയൊക്കെ സന്തോഷം, അതിൻ്റെയൊക്കെ ഒരു ഹാപ്പിനെസ്സും എല്ലാം ഉണ്ട്. അപ്പോൾ സുതി വന്നിട്ട് 10 ദിവസത്തേക്കാണ് വന്നത്. ഇനി 2 ദിവസം കൂടെ ഉള്ളൂ പോകാൻ. അതിൻ്റെ ഒരു വിഷമമുണ്ട്. എന്തായാലും എല്ലാം നല്ലതിനാണെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയത്. എല്ലാവരും ഇപ്പോൾ മോളമ്മ ചേച്ചി ആണെങ്കിലും അവരുടെ ഫാമിലിയിൽ അനിയത്തി മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയും അച്ഛനും വന്നില്ല. അവർക്ക് വയ്യാതിരിക്കുമായിരുന്നു. അതുകൊണ്ട് അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നില്ല. മഞ്ജു വന്നതും കുറച്ച് ലേറ്റായിട്ടാണ്. ജീവൻകുട്ടനാണ് ഈ പ്രാവശ്യം എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തത്. ജാനൂട്ടി അങ്ങ് മാറി നിൽക്കുമായിരുന്നു. ഇടയ്ക്ക് ജാനൂട്ടി ഒന്ന് ഓക്കെ ആയ സമയത്ത് ഞാൻ കൊണ്ടുവന്നിട്ട് കപ്പ് കേക്ക് കൊടുക്കുകയും ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഒട്ടും തന്നെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. മോളാണെന്നുണ്ടെങ്കിൽ പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇൻട്രോവേർട്ട് ആവുന്ന ഒരു ക്യാരക്ടറാണ്. 2 പേരും 2 എക്സ്ട്രീം നേച്ചറാണ്. ഒരാൾ എക്സ്ട്രോവേർട്ട് ആണെങ്കിൽ ഒരാൾ ഇൻട്രോവേർട്ടാണ്. പക്ഷേ ഇവർ തമ്മിലാണെങ്കിലും എപ്പോഴും ഭയങ്കര കുരുപ്പാണെന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ അവസ്ഥയാണ് ഇപ്പം വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കും തോറും. പിന്നെ മോൻ കേക്ക് വെട്ടിക്കണ്ടിച്ച് എൻജോയ് ചെയ്യുമായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും അവരെ അസൈൻ ചെയ്തത്. അപ്പോൾ അവർ നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ നമുക്ക് എടുത്തു തന്നു. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു ഫോട്ടോസ് എടുത്തതുമൊക്കെ. പിന്നെ ഫുഡിൽ കഴിക്കുന്ന ഫോട്ടോ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് വയ്യാതെ വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത്. പെട്ടെന്ന് തന്നെ പരിപാടി ക്ലോസ് ചെയ്ത് പോകേണ്ട ഒരവസ്ഥയിൽ വന്നത്. എന്തായാലും എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവരപ്പം തന്നെ USB-യിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി അയച്ചു കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും എഡിറ്റഡ് ഫോട്ടോസ് അല്ല കേട്ടോ, ജസ്റ്റ് തന്നത് ഞാനങ്ങ് ആഡ് ചെയ്തു എന്നുള്ളൂ. എഡിറ്റഡ് ഫോട്ടോസും കാര്യങ്ങളും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കാം. അപ്പം ആ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ആ ഒരു ബർത്ത്ഡേ മോഡും എല്ലാം നല്ല രീതിയിൽ അവർ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നന്നായിട്ട് എനിക്കിഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മോക്ക് തീരെ വയ്യാത്തത് കൊണ്ട് മിക്ക ഫോട്ടോസ് എടുക്കാനും ഒന്നും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരേപോലത്തെയൊക്കെ ഫോട്ടോ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് കിട്ടിയത്. ഒരാൾ ക്യാമറയിൽ നോക്കുമ്പം അടുത്ത ആൾ നോക്കാത്ത അവസ്ഥ, പിന്നെ ഒരാൾ നോക്കുമ്പോഴത്തേക്ക് അടുത്ത ആൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും നോക്കുന്നത്. അപ്പം 2 പേരാകുമ്പം അതിൻ്റേതായിട്ടുള്ള സന്തോഷങ്ങളും ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടല്ലോ. എന്തായാലും ഒരു അമ്മയെന്ന രീതിയിൽ ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത 2 വർഷങ്ങളാണ്. അതിനകത്ത് ചില സമയങ്ങളിൽ ഒരു ഫെയിലിയർ ആണോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്, ചില സമയം ദ ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സഡ് ഫീലിങ്സിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഓരോ വർഷങ്ങൾ കടന്നു പോകുമ്പോഴും നമ്മൾ ഓരോ മൊമെൻറ്റ്സും ഇങ്ങനെ ചെറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെലിബ്രേഷൻ ആയിക്കോട്ടെ, ഈ ഫോട്ടോ എടുത്ത് വെക്കുന്ന ആയിക്കോട്ടെ എല്ലാം. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ
ഒത്തിരി നാൾ കാത്തിരുന്നിട്ട് ദൈവം തന്നതുമാണ്. അപ്പം സോ സ്പെഷ്യലാണ് രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും നമ്മളെപ്പോഴും ഒരു മെമ്മറി ആക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പിന്നെ എല്ലാ ബർത്ത്ഡേക്കും കുറച്ച് ഫോട്ടോഷൂട്ട് ഞങ്ങളുടേത് ചെയ്യാറുണ്ട്. അത് ഞങ്ങളുടെ ഒരു ഗ്രോത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. എന്തായാലും നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. കുറച്ച് മെമ്മറീസ് ഉണ്ട്, കുറച്ച് സന്തോഷകരമായ മെമ്മറീസും കുറച്ച് സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും പോസിറ്റീവ് കാര്യം മാത്രം മുന്നോട്ട് നോക്കിക്കൊണ്ട് പോകാം അല്ലേ. ഈ ഒരു ബർത്ത്ഡേക്കും അതേപോലെ തന്നെ ഈ ഒരു ത്രൂ ഔട്ട് ജേർണി ആസ് എ മദർഹുഡ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. എസ്പെഷ്യലി എൻ്റെ അമ്മയ്ക്കും അച്ഛനും പിന്നെ എൻ്റെ ഭർത്താവിനും ചേച്ചി നന്ദൂട്ടി ചേട്ടന് പിന്നെ മോളമ്മ ചേച്ചി അവരുടെ ഫാമിലി അവർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി ഈ ഒരു അവസരത്തിൽ ഞാൻ പറയണം. പിന്നെ ഒട്ടും സമയമില്ലാഞ്ഞിട്ടും ലാസ്റ്റ് മൊമെൻറ്റിൽ പെട്ടെന്ന് തന്നെ വന്ന് നമുക്ക് നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യലാക്കിയ മഞ്ജുസിന് നന്ദി. താങ്ക് യു.